ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ദിവസം നമ്മൾ അറിയാൻ സാധിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു ന്യൂസാണ് നമ്മളിവിടെ ഇന്ന് അതിൻ്റെ വിശദാംശങ്ങളാണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മളുടെ രാജ്യം, നമ്മളുടെ വ്യോമസേനയുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണിത്. അതായത് നമ്മളുടെ സേനയ്ക്ക് വേണ്ട അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാറ്റ് എയർക്രാഫ്റ്റ് എന്ന് പറയുന്ന ഫിഫ്ത്ത് ജനറേഷൻ എയർക്രാഫ്റ്റിൻ്റെ നമ്മൾ തദ്ദേശീയമായി നിർമ്മിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു റിപ്പോർട്ടാണത്. അതായത് നമ്മളത് നിർമ്മിക്കാൻ വേണ്ടി നമ്മൾ തീരുമാനമെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി അത് നിർമ്മിക്കാൻ വേണ്ടിയുള്ള മുന്നോട്ടുള്ള അതിൻ്റെ ഒരു യാത്ര നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിലെ ഷോക്കിംഗ് ന്യൂസ് എന്ന് പറയുന്നത്, നമ്മളുടെ രാജ്യത്ത് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മളുടെ വ്യോമസേനയ്ക്ക് ആവശ്യമായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ എയർഫോഴ്സിന് ആവശ്യമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ഫൈറ്റേഴ്സും അല്ലെങ്കിൽ വാർപ്ലെയിൻസും ഹെലികോപ്റ്റേഴ്സും ഒക്കെ തന്നെ നിർമ്മിക്കുന്ന ഒരു രാജ്യത്തെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഓർഗനൈസേഷനാണ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്, അല്ലെങ്കിൽ HAL നമ്മൾ അറിയപ്പെടുന്നത്. ഒത്തിരി പിന്നെ പോരായ്മകളും കുറവുകളും ഒക്കെ നമുക്ക് ഉണ്ടെങ്കിൽ തന്നെയും തീർച്ചയായിട്ടും രാജ്യത്തിൻ്റെ ഏറ്റവും ഏഹ്, മുൻഗണന, അല്ലെങ്കിൽ രാജ്യത്തിന് ഏറ്റവും നമുക്ക് അഭിമാനിക്കാവുന്ന നേട്ടങ്ങളും ഒത്തിരി കൈവരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാറ്റ് എയർക്രാഫ്റ്റ് നമ്മൾ നിർമ്മിക്കുന്ന ഈ ഒരു പ്രക്രിയയിൽ ഗവൺമെന്റ് അതിനുള്ള ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള അനുമതികളൊക്കെ ലഭിച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ അത് പ്രോജക്റ്റുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുവാൻ വേണ്ടി ആണ് തീരുമാനമെടുത്തിരിക്കുന്നത്. അപ്പം അതിനുവേണ്ടി ഉള്ള അപ്പം അതിന് ഈ എയർക്രാഫ്റ്റ് മാനുഫാക്ചറിങ് ഇന്ത്യയിൽ സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള പ്രോജക്റ്റ് വരുമ്പോൾ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന് മാത്രമേ ലഭിക്കത്തുള്ളൂ എന്നുള്ളൊരു പൊതുവായിട്ടുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രോജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഗവൺമെന്റ് ഇപ്പോൾ ഇനിഷ്യലായിട്ട് 15,000 കോടി രൂപയുടെ ഒരു അപ്രോക്സിമേറ്റുള്ള വാല്യൂ ആണിത്. അപ്പോൾ അത് ഗവൺമെന്റ് അപ്രൂവ് ചെയ്തിട്ടുണ്ട്. അത് ഇതിൻ്റെ ഈ AMCയുടെ ഈ പ്രോഗ്രാമിൻ്റെ, അല്ലെങ്കിൽ ഈ അഡ്വാൻസ്ഡ് മൾട്ടി കോമ്പാറ്റ് എയർക്രാഫ്റ്റ് എന്ന് പറയുന്ന ഫിഫ്ത്ത് ജനറേഷൻ എയർക്രാഫ്റ്റ്, നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇന്ത്യക്കെതിരെ ഒരു രീതിയിലുള്ള സ്റ്റെൽത്തും നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ടില്ല. സ്വന്തമായിട്ട് ഉണ്ടാക്കാനുള്ള പദ്ധതിയാണിത്. മറ്റു രാജ്യങ്ങളിൽ നിന്ന്, റഷ്യയിൽ നിന്നോ അല്ലെങ്കിൽ ഈവൻ അമേരിക്കയിൽ നിന്നോ ഒക്കെ തന്നെ, അമേരിക്കയുടെ F-35 അല്ലെങ്കിൽ റഷ്യയുടെ Su-57 ഇതുപോലുള്ള സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് ഒക്കെ തന്നെ നമുക്ക് ഇതുവരെ അത് പരിഗണിക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ പരിഗണനാ വിഷയം പോലും ആയിട്ടില്ല എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കുക. ചൈനയ്ക്ക് സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് ഉണ്ട്, അതുകൊണ്ട് പാകിസ്ഥാനും സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് ലഭിക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ലഭിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്തയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ ഈ ഒരു AMCA പ്രോജക്റ്റിന് വേണ്ടി 15,000 കോടി രൂപയാണ് ഗവൺമെന്റ് ഇനീഷ്യൽ ആയിട്ടുള്ള അതിൻ്റെ ഡിസൈന്, ഡെവലപ്മെന്റ്, ടെസ്റ്റിങ്, അതുപോലെ തന്നെ 5 പ്രോട്ടോടൈപ്പ് ഇതിൻ്റെ ഉണ്ടാക്കാൻ വേണ്ടി 15,000 കോടി രൂപയുടെ ഒരു പദ്ധതി, ഇതിനു വേണ്ടി വിഹിതം ഗവൺമെന്റ് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കോമ്പാറ്റ് എയർക്രാഫ്റ്റിന്റെ ഡെവലപ്മെന്റ് എഫേർട്ട്, അതായത് ഈ AMCA പ്രോജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ നിർമ്മിച്ചതിലേക്ക് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു വെപ്പൺ സിസ്റ്റം അല്ലെങ്കിൽ ഫൈറ്റർ എയർക്രാഫ്റ്റ് ആയിരിക്കും എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് പ്രോജക്റ്റിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഐഡിയ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിനകത്ത് നിന്നും HALനെ ഈ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ആണല്ലോ ഇത് തീരുമാനിക്കുന്നത്. മിനിസ്ട്രി ഓഫ് ഡിഫൻസിലെ എയറോസ്പേസ് സെക്ടർ അവരുടെ ഈ പറഞ്ഞ സുപ്രധാനമായിട്ടുള്ള തീരുമാനത്തിൽ ഏറ്റവും 3 പ്രധാനപ്പെട്ട ഒരു പൊതുമേ ഈ സ്വകാര്യ മേഖലയിൽ നിന്നുള്ള ഒരു 3 ഓർഗനൈസേഷനാണ്, അല്ലെങ്കിൽ എയർക്രാഫ്റ്റിന് മാനുഫാക്ചറിങ്ങിന് വേണ്ടി അവർ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിനെ അവർ ഒഴിവാക്കിയിട്ട് ഈ 3 സ്വകാര്യ മേഖലയിൽ നിന്നുള്ള ആൾക്കാരെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അത് ഫൈനലൈസ് ചെയ്തിട്ടില്ല, ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. 3 പ്രൈവറ്റ് സെക്ടർ ലെഡ് കൺസോർഷ്യംസ്. അപ്പോൾ അതിനകത്തിൽ ആദ്യം 7 പിന്നെ ആൾക്കാരെ 7 ആൾക്കാരുടെ ഇനിഷ്യൽ ബിഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തിൽ ഒത്തിരി വളരെ കർക്കശമായിട്ടുള്ള ടെക്നിക്കൽ എവാലുവേഷനൊക്കെ കഴിഞ്ഞിട്ട് നമ്മളുടെ പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിനെ ഒഴിവാക്കുകയും 3 പേരെ 3 പേരെ അവസാനത്തെ ലാപ്പിലേക്ക്, എന്ന് വെച്ചാൽ ഈ 3 പേരിൽ നിന്നും ആയിരിക്കും ഇനിയും അത് ഫൈനലൈസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് എന്തുകൊണ്ടാണ്, ഇതിപ്പോൾ രാജ്യത്ത് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഇതിനെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ നടക്കണം. എന്തുകൊണ്ട് ഇത്രയും സുപ്രധാനമായിട്ടുള്ള ഒരു സ്റ്റേറ്റ് ഓൺഡ് അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള HALനെ ഒഴിവാക്കിയിട്ട് ഒട്ടും പരിചയമില്ലാത്ത, അല്ലെങ്കിൽ എയർക്രാഫ്റ്റ് മാനുഫാക്ചറിങ്ങിൽ ഒരു രീതിയിലുള്ള
എക്സ്പീരിയൻസ് ഇല്ലാത്ത ഈ മൂന്ന് ഫേംസിനെ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നതിനെ കുറിച്ച് ചോദ്യങ്ങളൊക്കെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന അനലിസ്റ്റിന്റെ ഭാഗത്തു നിന്നൊക്കെ അവർ പറയുന്നത് പ്രൈവറ്റ് സെക്ടറിന് കൂടുതൽ പാർട്ടിസിപ്പേഷൻ കൊടുക്കാൻ വേണ്ടിയാണ്. അതായത് ഈ മുതൽ HAL മാത്രം, HAL എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ ആകെപ്പാടെ ഒരു മോണോപ്പൊളി കുത്തക എന്ന് വെച്ചാൽ ഈ ഒരു പൊതുമേഖലാ സ്ഥാപനം മാത്രമേ ഉള്ളൂ ഈ രംഗത്ത് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അത് ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ ഈ പറഞ്ഞ ഡിഫൻസിന്റെ മാനുഫാക്ചറിങ്ങിലൊക്കെ തന്നെ ഈ ഒരു സ്ഥാപനത്തിന് മാത്രമായിട്ട് ഇങ്ങനെയുള്ളൊരു അധികാരം അല്ലെങ്കിൽ ഇങ്ങനൊരു പ്രിവിലേജ് കിട്ടുക എന്ന് വെച്ചാൽ അത് നമ്മളെ സേനയെ സംബന്ധിച്ച് നമുക്ക് കൂടുതൽ എന്താണ് പറയുന്നത്, HAL മാത്രം നിർമ്മിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാത്തില്ല. കാരണം മറ്റ് പ്രധാനപ്പെട്ട രാജ്യങ്ങൾ റഷ്യയിലും ചൈനയിലും അമേരിക്കയിലൊക്കെ തന്നെ ഒന്നിൽ കൂടുതൽ മാനുഫാക്ചറിങ് അല്ലെങ്കിൽ ഇത് നിർമ്മിക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ HAL മാത്രമായിട്ട് എല്ലാ ഓർഡറും കൊടുക്കുക, ഈ പ്രൈവറ്റ് മേഖലയിൽ നിന്നും അല്ലെങ്കിൽ സ്വകാര്യ മേഖലയിൽ നിന്നും ആരെയും തിരഞ്ഞെടുക്കാതെ അല്ലെങ്കിൽ ആർക്കും അവസരം കൊടുക്കാതെ നമ്മളിത് മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് ഇന്ത്യയെ സംബന്ധിച്ച് നമ്മളുടെ ഈ ഹൈ എൻഡ് ഡിഫൻസ് മാനുഫാക്ചറിങ്ങിലൊക്കെ ഒത്തിരി പാകപ്പിഴകൾ ഉണ്ടാകും എന്നുള്ളൊരു അനാലിസിസ് അല്ലെങ്കിൽ ഒരു ആൻസറാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നതെന്നല്ലോ. അപ്പോൾ ഈ മൂന്ന് പേരെ തിരഞ്ഞെടുത്തതിൽ അതിൻ്റെ ഫൈനൽ വിന്നറെ ഇനിയും അടുത്ത 2-3 മാസത്തിനുള്ളിൽ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ആരൊക്കെയാണ് ഈ മൂന്ന് വിന്നേഴ്സ്? ഇപ്പോഴത്തെ വിന്നേഴ്സ് അല്ല, ഈ ഈ സ്വകാര്യ മേഖലയിൽ നിന്ന് തിരഞ്ഞെടുത്ത മൂന്ന് പേര് ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ എയറോനോട്ടിക്കൽ ഡെവലപ്മെന്റ് ഏജൻസി ADA ആണ് ഇത് തിരഞ്ഞെടുത്തത്. ഈ സെലക്ട് ചെയ്ത മൂന്ന് പേരാണല്ലോ. ഒന്ന് ടാറ്റ അഡ്വാൻസ് സിസ്റ്റംസ് ലിമിറ്റഡ്, ടാറ്റയുടെ സ്ഥാപനമാണ്. രണ്ട് ലാർസൻ ആൻഡ് ടൂബ്രോ. പിന്നെ ഭാരത് ബോർജ് കൺസോർഷ്യം, അതായത് കല്യാണി ഗ്രൂപ്പിന്റെ ഒരു ആ കല്യാണി ഗ്രൂപ്പിലുള്ള ഒരു കമ്പനിയാണ് ഭാരത് ബോർജ് എന്നത്. ഇവരൊക്കെ ഇൻഡിവിജ്വലായിട്ട് വളരെ മെച്ചപ്പെട്ട എഫിഷ്യൻ്റ് ആയിട്ടുള്ള കമ്പനീസ് ഒക്കെ തന്നെയാണ്. അവർ ഡിഫൻസ് മാനുഫാക്ചറിങ്ങിലൊക്കെ മറ്റു പല മേഖലകളിലൊക്കെ ഏർപ്പെടുന്നുണ്ട്. എന്നാൽ തന്നെയും ഫൈറ്റർ എയർക്രാഫ്റ്റ് അല്ലെങ്കിൽ ഇതുപോലുള്ള എന്താണ് പറയുന്നത്, ഈ എയർക്രാഫ്റ്റ് മാനുഫാക്ചറിങ്ങിലൊന്നും അവർക്ക് കാര്യമായിട്ടുള്ള എക്സ്പീരിയൻസ് ഇല്ല എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ടാറ്റ അഡ്വാൻസ് സിസ്റ്റം ലിമിറ്റഡ് അല്ലെങ്കിൽ TASL എന്ന് പറഞ്ഞാൽ ടാറ്റ ഗ്രൂപ്പിന്റെ കീഴിലുള്ളതാണ്. അപ്പോൾ അവർ തീർച്ചയായിട്ടും അവരുടെ ഈ ഈ എയറോ പിന്നെ എന്താണ് പറയുന്നത് എയർബസുമായിട്ട് ഉള്ള കൊളാബറേഷനിൽ അവർ ചില മാനുഫാക്ചറിങ്ങിൽ ഏർപ്പെടുന്നുണ്ട്. അപ്പോൾ അവരുടെ എക്സ്റ്റൻസീവ് ആയിട്ടുള്ള എയറോസ്പേസ് സപ്ലൈ ചെയിൻ ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ വെച്ചുകൊണ്ട് അവർക്ക് ഇതിനെ കൂടുതൽ ഫലപ്രദമായിട്ട് ചെയ്യാൻ സാധിക്കും. പക്ഷേ എക്സ്പീരിയൻസ് ഒന്നുമില്ല. അതുപോലെ തന്നെ L&T എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എഞ്ചിനീയറിംഗ് ഫീൽഡിൽ ഹെവി വെയിറ്റ് ആണ്. അവരുടെ കൺസോർഷ്യത്തിനകത്തിൽ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് ഉണ്ട്, BEL ഉണ്ട്, അതുപോലെ തന്നെ ഡൈനാമാറ്റിക് ടെക്നോളജീസ് ലിമിറ്റഡ്. ഇത് രണ്ടും ഈ ഈ സ്റ്റേറ്റ് റൺ, അതായത് പൊതുമേഖലയിലുള്ളതാണ് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ്. ഡൈനാമാറ്റിക് ടെക്നോളജീസ് ലിമിറ്റഡ് പ്രൈവറ്റ് എയറോസ്പേസ് ഫേമാണ്. L&Tയും പ്രൈവറ്റ് ആണ്. അപ്പോൾ അതൊരു കൺസോർഷ്യമാണ്. ടാറ്റ അഡ്വാൻസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അവർ ഒറ്റയ്ക്കുള്ളൂ, അവർ കൺസോർഷ്യം അല്ല. അതുപോലെ തന്നെ ഭാരത് ഫോർജ് കൺസോർഷ്യം, അത് കല്യാണി ഗ്രൂപ്പിന്റെ ഫ്ലാഗ്ഷിപ്പിലുള്ളതാണ്. അവരുടെ കൺസോർഷ്യത്തിലുള്ളത് മറ്റൊരു ഡിഫൻസ് PSU, അതായത് പൊതുമേഖലയുള്ള BEML ലിമിറ്റഡും പ്രൈവറ്റ് ഏവിയോണിക് സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഡേറ്റ പാറ്റേൺസ് ഇന്ത്യ ലിമിറ്റഡും തമ്മിലുള്ള ഒരു കൊളാബറേഷനുള്ള കൺസോർഷ്യമാണ്. അപ്പോൾ ഈ മൂന്ന് പേരെയാണ് തിരഞ്ഞെടുത്തില്ല, ഈ മൂന്ന് പേരെയാണ് പരിഗണിച്ചിരിക്കുന്നത്. ഇതിനകത്ത് നിന്ന് ഒരാളെ ഇനി ഫൈനലായിട്ട് തിരഞ്ഞെടുക്കുന്നത്. ഫൈനലായിട്ട് തിരഞ്ഞെടുക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും ഈ AMCയുടെ ഇനിഷ്യൽ ഈ പ്രോട്ടോടൈപ്പ് നിർമ്മിക്കാൻ വേണ്ടി ആരാണ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് അടുത്ത 2-3 മാസത്തിനുള്ളിൽ അറിയാൻ പറ്റും. പക്ഷേ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിനെ ഈ ഇനിഷ്യൽ പ്രോജക്റ്റിൽ നിന്നും അവരെ എക്സ്ക്ലൂഡ് ചെയ്തു എന്നുള്ള വാർത്തയാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ പിന്നെ HAL ഇതിനകത്ത് നിന്ന് ഒഴിവാക്കിയത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒഴിവാക്കിയത് നമ്മളെ എന്താണ് നമ്മുടെ മുമ്പിൽ തരുന്നൊരു പിക്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗവൺമെന്റിന്റെ ഡിഫൻസ് പോളിസിക്ക് കാര്യമായിട്ടുള്ളൊരു നോട്ടബിൾ ആയിട്ടുള്ള മാറ്റം ഉണ്ടായിരുന്നു. എടുത്തു പറയത്തേക്ക് ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. പറഞ്ഞാൽ ഇനിയും HAL കൂടുതൽ, കാരണം ഓൾറെഡി HALന്റെ ഓർഡർ ബുക്ക് എല്ലാം ഭയങ്കരമായിട്ട് ഫില്ല് ചെയ്തിരിക്കുന്നതാണ്. കാരണം അവർക്ക് ഇപ്പം തന്നെ നമ്മുടെ തേജസിന്റെയും അതല്ലെങ്കിൽ മറ്റ് ഒത്തിരി പ്രോജക്റ്റുകൾ ഇപ്പോൾ അവരുടെ കൈകളിലുണ്ട്. അതുകൊണ്ട് ഇതൂടെ ഏൽപ്പിക്കുകയാണെങ്കിൽ സമയോചിതമായിട്ട് അവർക്കൊന്നും പൂർത്തീകരിക്കാൻ സാധിക്കത്തില്ല എന്നുള്ളൊരു എക്സ്ക്യൂസ്, അല്ലെങ്കിൽ എന്നൊരു എക്സ്ക്യൂസ് അല്ല, അതൊരു റിയാലിറ്റിയാണ്, നമുക്കറിയാം.
അപ്പോൾ ഈ ഇന്ത്യൻ മിലിറ്ററി എയർക്രാഫ്റ്റിന്റെ അല്ലെങ്കിൽ ഇന്ത്യൻ ഈ മിലിറ്ററി മാനുഫാക്ചറിങ്ങിന്റെ രംഗത്ത് ഏറ്റവും ഡോമിനന്റ് ആയിട്ടുള്ളൊരു സ്ഥാപനമാണ് HAL എന്ന് പറയുന്നത്. അപ്പം HAL കൊടുക്കാതെ ഇങ്ങനെ ഈ മൂന്ന് പ്രൈവറ്റ് സെക്ടറിൽ നിന്നുള്ള ആൾക്കാരെ, പ്രൈവറ്റ് സെക്ടറിൽ നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ ടാറ്റയെ തിരഞ്ഞെടുക്കുന്നെങ്കിൽ അത് പൂർണ്ണമായിട്ടും പ്രൈവറ്റ് സെക്ടർ മാത്രമായിരിക്കും. ഇനി ഇതിനകത്ത് നിന്ന് L&T ആണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അതിലും ഈ പൊതുമേഖലാ സ്ഥാപനം ആയിട്ടുള്ള ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് ബെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം അതിനകത്ത് പൊതുമേഖലയിൽ നിന്നുള്ള സ്ഥാപനമുണ്ട്. ഇനിയും ഭാരത് ബോർഡ് കൺസോർഷ്യത്തിനാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിലും BEML ലിമിറ്റഡ് എന്നും പറഞ്ഞ ഒരു പൊതുമേഖലാ സ്ഥാപനമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും പൊതുമേഖലയുടെ സാന്നിധ്യം ഉണ്ട്. നമുക്കതിനെ പൂർണ്ണമായിട്ടും പ്രൈവറ്റ് മേഖലയിലാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പം ഈ നമ്മുടെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള ഔദ്യോഗികമായിട്ടുള്ള അവരുടെ എന്താ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ പ്രസ്താവന അനുസരിച്ച് ഈ പറഞ്ഞ HALന്റെ എക്സ്ക്ലൂഷൻ അത് നമ്മുടെ ഇന്ത്യയുടെ ഡിഫൻസ് പിന്നെ ഇൻഡസ്ട്രിയൽ ബേസ്, ഡിഫൻസ് മാനുഫാക്ചറിങ്ങിന്റെ ബേസിനെ കൂടുതൽ വിപുലപ്പെടുത്താൻ വേണ്ടിയുള്ളൊരു തീരുമാനമായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. അത് വളരെ നല്ലതാണ്. കാരണം ഒരു സ്ഥാപനത്തിന് മാത്രമായിട്ട് ഇങ്ങനെ ഒരു സ്ഥാപനത്തെ മാത്രമായിട്ട് ഏൽപ്പിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഈ പറഞ്ഞ മേഖലയിലെ എന്താ പറയുന്നത് അതിന്റെ വൈവിധ്യവൽക്കരണത്തിന് അല്ലെങ്കിൽ ഈ കോമ്പറ്റീവ്നെസ് ഒക്കെ തന്നെ ഒത്തിരി കോംപ്രമൈസ് ചെയ്യപ്പെടും. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ സ്വകാര്യ മേഖലയെ എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് സെക്ടർ ഇക്കോസിസ്റ്റത്തെ, പ്രത്യേകിച്ച് ഈ ഒരു സെക്ടറിൽ ഡിഫൻസ് മാനുഫാക്ചറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു സെക്ടറിലെ അതിന് പ്രൈവറ്റ് സെക്ടർ ഇക്കോസിസ്റ്റത്തെ നമുക്ക് കൂടുതൽ വ്യാപിപ്പിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. കാരണം ഇനി നമ്മൾ കൂടുതൽ ഈ ഇൻഡിജിനസേഷൻ അല്ലെങ്കിൽ തദ്ദേശീയമായിട്ടുള്ള നമ്മളുടെ ഈ പ്രതിരോധപരമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ വെപ്പൺസ് അല്ലെങ്കിൽ അതൊക്കെ നമ്മൾ നിർമ്മിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. നമ്മൾ അതുമായിട്ട് ഇപ്പോൾ വളരെ പുരോഗമനം എന്ന് വെച്ചാൽ പ്രോഗ്രസ് ഒത്തിരി നമ്മൾ നേടിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും പ്രൈവറ്റ് മേഖലയെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കത്തില്ല. പ്രൈവറ്റ് മേഖലയിൽ നിന്നും മെച്ചപ്പെട്ട കമ്പനികളെ തിരഞ്ഞെടുക്കുകയും അതുപോലെ തന്നെ ഒത്തിരി SMEs ഒക്കെ നൂറുകണക്കിന് SMEs അതിൽ പങ്കെടുക്കുന്നുണ്ട്. ഇപ്പം നട്ടും ബോൾട്ടും ഒക്കെ തന്നെ ഇപ്പം നമുക്കറിയാം HAL നിർമ്മിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനകത്തിൽ നൂറുകണക്കിന് ഈ ചെറുതും ഇടത്തരമായിട്ടുള്ള ഫേംസ് ഇന്ത്യയിലുടനീളം അതിനകത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു ഇക്കോസിസ്റ്റമാണ്. അപ്പോൾ ഈ ഇക്കോസിസ്റ്റത്തെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും അതിനെ വർദ്ധിപ്പിക്കുകയും വ്യാപിപ്പിക്കുകയും വിപുലപ്പെടുത്തുകയും ചെയ്യേണ്ടത് നമ്മളുടെ ഈ എന്താണ് നമ്മുടെ മാനുഫാക്ചറിങ്ങിന്റെ കോമ്പറ്റീറ്റീവ്സ് നമുക്ക് വർദ്ധിപ്പിക്കാൻ സഹായകരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതൊരു പക്ഷേ കണക്കെടുത്തുണ്ടായിരിക്കും ഗവൺമെന്റ് HALനെ ഇപ്പോൾ ഇതിനകത്ത് നിന്ന് ഒഴിവാക്കിയത്. HALനെ ഒഴിവാക്കാൻ പിന്നെ മറ്റൊരു കാരണം അവരുടെ ഓർഡർ ബുക്കെല്ലാം വളരെ ഫില്ലാണ്. അതായത് നമുക്ക് ഈ AMCA പ്രോഗ്രാമിന് വേണ്ടി തിരഞ്ഞെടുത്ത് അവർക്ക് ആഡിക്വേറ്റുള്ള കപ്പാസിറ്റി ഉണ്ട്. അവരെ ഈ മൂന്ന് കൺസോർഷ്യത്തെ നമ്മൾ തിരഞ്ഞെടുത്തത് അവർക്കതിന് സാധിക്കുമെന്നുള്ള ഒരു ഉറപ്പ് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ളതുകൊണ്ടാണ്. അതുപോലെ HALന്റെ ഈ ലാർജ് ബാക്ക്ലോഗ് എന്ന് വെച്ചാൽ അവരുടെ ഈ പ്രൊഡക്ഷൻ എല്ലാം ഇപ്പോഴത്തെ തന്നെ ഒത്തിരി തേജസ് ഉൾപ്പെടെയുള്ള നമ്മുടെ ലൈറ്റ് കോമ്പാറ്റ് എയർക്രാഫ്റ്റിന്റെ മാനുഫാക്ചറിംഗ് എല്ലാം തന്നെ പെൻഡിങ് ആണ്. കാരണം എയർഫോഴ്സ് ഒക്കെ ഒത്തിരി നാളുണ്ട് അത് പ്രതീക്ഷിച്ചിരിക്കുകയാണെങ്കിൽ അവർക്ക് പൂർണ്ണമായിട്ടും HALന് അതൊന്നും ഡെലിവറി ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ കൂടെ ഈ ഒരു പ്രോജക്റ്റ് കൂടെ HALന് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്നും നടക്കത്തില്ല എന്നുള്ളൊരു പ്രതീക്ഷ അല്ലെങ്കിൽ ഹോപ്പിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഒരു പക്ഷേ തേജസ് LCA പ്രൊഡക്ഷൻ അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട എഞ്ചിൻ പ്രോഗ്രാംസ് എല്ലാം തന്നെ വളരെ മന്ദഗതിയിലാണ് എന്നുള്ളൊരു വസ്തുതയും കൂടി ഇതിന്റെ പിന്നിലുണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരലായിട്ട് നമ്മുടെ പ്രൈവറ്റ് എയറോസ്പേസ് ഇക്കോസിസ്റ്റത്തെ ബിൽഡപ്പ് ചെയ്യുക എന്നുള്ളൊരു തീരുമാനമാണ്. ഈ ഒരു പബ്ലിക് സെക്ടറിലുള്ള അല്ലെങ്കിൽ ഒരു പൊതുമേഖലയിലുള്ള ഒരു സ്ഥാപനത്തെ മാത്രം ആശ്രയിക്കുന്ന, അതായത് ഈ ക്രിട്ടിക്കലായിട്ടുള്ള നമ്മുടെ ഈ കോമ്പാറ്റ് പ്ലാറ്റ്ഫോംസിന് വേണ്ടി എന്ന് വെച്ചാൽ ഇതൊക്കെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വെപ്പൺ സിസ്റ്റം ആണല്ലോ. ഈ ഫൈറ്റർ എയർക്രാഫ്റ്റ് ആയാലും സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് ആയാലും ശരി. അപ്പോൾ അത് ഈ ഒരു സ്ഥാപനത്തെ മാത്രം ഏൽപ്പിക്കുക എന്നുള്ളത് അത്ര ശരിയായിട്ടുള്ള ഒരു നടപടിയല്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടാണ് അതിന് നമുക്ക് ഈ പൊതുമേഖലയിലുള്ള സ്ഥാപനങ്ങളോടൊപ്പം തന്നെ, കാരണം അതിനേക്കാളെ കൂടുതൽ നമുക്ക് പ്രൈവറ്റ് സെക്ടറിന്റെ ഇക്കോസിസ്റ്റം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഇന്ത്യയിൽ. അപ്പം അങ്ങനെ ഒരു മാനുഫാക്ചറിങ് ബേസ് ഉണ്ടാക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടെയാണ് ഇപ്പോൾ HALനെ എക്സ്പ്ലോർ ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ ആദ്യം പറഞ്ഞു 15,000 കോടിയാണ് എൻ്റെ ഇനിഷ്യലായിട്ടുള്ള അപ്രോക്സിമേറ്റ് വാല്യൂ. അത് അതിൻ്റെ ഇനിഷ്യൽ ഡിസൈന്, അതുപോലെ തന്നെ ഡെവലപ്മെന്റ്, ടെസ്റ്റിങ്, പിന്നെ മാനുഫാക്ചറിങ് ഓഫ് 5 പ്രോട്ടോടൈപ്സ്, 5 പ്രോട്ടോടൈപ്സ് അത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതിന് വേണ്ടിയാണ് ഈ പറഞ്ഞ ഇനിഷ്യൽ 15,000 crores ഗവൺമെന്റ് ഇതിനു വേണ്ടി എന്താ പറയുന്നത് ഈ തീരുമാനിച്ചിരിക്കുന്നത്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഷോർട്ട് ലിസ്റ്റ് ചെയ്തേക്കുന്ന ബിഡേഴ്സിൽ നിന്ന് അവരുടെ റിക്വസ്റ്റ് ഫോർ പ്രൊപ്പോസൽ കിട്ടിക്കഴിഞ്ഞാൽ
അതിൻ്റെ ഫൈനൽ ഡെവലപ്മെന്റ് കം പ്രൊഡക്ഷൻ പാർട്ട്ണർ തീരുമാനിക്കപ്പെടും. അത് കൊമേഴ്സ്യൽ കോമ്പറ്റീറ്റീവ്നെസിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. ഈ മൂന്ന് പേരിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരാളെ തിരഞ്ഞെടുക്കുമ്പോൾ തീർച്ചയായിട്ടും അവരായിരിക്കും ഇതിന്റെ ഈ പറഞ്ഞ ഡിസൈനും ഡെവലപ്മെന്റും ടെസ്റ്റിങ്ങിലും ഒക്കെ തന്നെ അവരെ അതുമായിട്ട് മുന്നോട്ട് പോകും. ഏത് ടാറ്റ ആണെങ്കിൽ ടാറ്റ, എല്ലാൻഡി ആണെങ്കിൽ എല്ലാൻഡി കൺസോർഷ്യം, മറ്റേ ഭാരത്, പിന്നെ മൂന്നാമത്തേതാണ് ഭാരത് ബോസ് കൺസോർഷ്യം ആണെങ്കിൽ അവർ. അപ്പോൾ ഇതിന് ഏകദേശം ഈ ഫസ്റ്റ് പ്രോട്ടോടൈപ്പ് 2028-29 ആകുമ്പോഴത്തേക്ക് റോൾ ഔട്ട് ചെയ്യണം, പുറത്തേക്ക് വരണം എന്നുള്ളതാണ് തീരുമാനം. അതൊക്കെ നമ്മുടെ ഇന്ത്യയിൽ എത്രത്തോളം ഈ സമയബന്ധിതമായിട്ട് ഇത് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുമെന്നുള്ള കാര്യത്തെക്കുറിച്ച് സംശയമുണ്ട്. 2035 ആകുമ്പോഴത്തേക്ക് ഇന്ത്യൻ എയർഫോഴ്സിന് 120 എയർക്രാഫ്റ്റിന്റെ ഇനിഷ്യൽ റിക്വയർമെന്റ് ഉണ്ട്. പക്ഷേ 2035 ഇത് നടക്കും നമുക്ക് കഴിവില്ല അല്ലെങ്കിൽ നിർമ്മിച്ചെടുക്കാൻ പറ്റത്തില്ലെന്നല്ല. പക്ഷേ ഈ പറഞ്ഞൊരു സമയത്തിൽ നമുക്കിനി 9 വർഷം കൂടെ ഉള്ളൂ. നമുക്ക് ഈ പറഞ്ഞ മറ്റു HALന്റെ ലൈറ്റ് കോമ്പാറ്റ് എയർക്രാഫ്റ്റ്, തേജസിന്റെ ഒക്കെ മാനുഫാക്ചറിങ്ങിലും ഒക്കെ തന്നെ നമ്മൾ നേരിട്ടുള്ള വലിയ വലിയ സങ്കീർണതകളും ക്രൈസിസും അതുപോലെ തന്നെ ടൈം ഡിലേ ഒക്കെ തന്നെ നമുക്കറിയാവുന്നതാണ്. ഒരുപക്ഷെ പ്രൈവറ്റ് മേഖല ഇതിനെ കൂടുതൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവരെ കൂടി അവരുടെ കപ്പാസിറ്റി ഈ ഇതുപോലുള്ള മേഖലകളിൽ വർദ്ധിപ്പിച്ചെടുക്കുവാൻ വേണ്ടി അവരുടെ പാർട്ടിസിപ്പേഷൻ നമുക്ക് ഒരുപക്ഷെ ഉറപ്പുവരുത്താൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ പൊതുമേഖല സ്ഥാപനത്തെക്കാളും പിന്നെ കൂടുതൽ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അവരിൽ നിന്നും നമുക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുമായിരിക്കാം എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. കാരണം പൊതുമേഖലയെ അപേക്ഷിച്ച് സ്വകാര്യ മേഖലയിലുള്ള ഇതുപോലുള്ള കമ്പനികൾ തീർച്ചയായിട്ടും അല്പം കൂടെ കോമ്പറ്റീറ്റീവായിട്ട് അവർക്ക് അവരുടെ കാര്യങ്ങൾ ചെയ്തെടുക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ 120 ഈ അഡ്വാൻസ്ഡ് മൾട്ടി കോമ്പാറ്റ് എയർക്രാഫ്റ്റ്, നമ്മുടെ സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് 2035 ഇന്ത്യൻ എയർഫോഴ്സിന് ലഭിക്കത്തക്ക രീതിയിൽ ആണ് ഇത് പ്ലാൻ ചെയ്യുകയും അല്ലെങ്കിൽ സിസ്റ്റം എല്ലാം ഓർഗനൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് നമുക്ക് അറിയില്ല എത്ര ഈ പറഞ്ഞ സമയപരിധിക്കുള്ളിൽ ഇതിന്റെ 2028-29 ഫസ്റ്റ് പ്രോട്ടോടൈപ്പ് തന്നെ ഇത് പുറത്തിറക്കാൻ പറ്റുമെന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. ഇപ്പൊ തന്നെ 2026 തുടങ്ങി കഴിഞ്ഞു. ഈ 2-3 വർഷങ്ങൾക്കുള്ളിൽ നമുക്ക് തീർച്ചയായിട്ടും ഇതിന്റെ ഫസ്റ്റ് പ്രോട്ടോടൈപ്പ്, കാരണം ഇത് ഫൈനൽ ബിഡറെ പോലും തിരഞ്ഞെടുത്തില്ല, അതിന് എത്ര 2-3 മാസം എടുക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ നെക്സ്റ്റ് ജനറേഷൻ കേപ്പബിലിറ്റി അല്ലെങ്കിൽ നമ്മുടെ AMC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 2 എഞ്ചിനുള്ളതാണ്. സ്റ്റെൽത്ത് മൾട്ടി റോൾ ഫൈറ്ററാണ്. ഡീപ് സ്ട്രൈക്കിനും അതുപോലെ തന്നെ എയർ സുപ്പീരിയോറിറ്റി മിഷനും ഒക്കെ തന്നെ. എന്ന് വെച്ചാൽ സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് ആണ്. അപ്പോൾ സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് ആകുമ്പോൾ തീർച്ചയായിട്ടും ഇപ്പം ചൈനയെ പോലുള്ള രാജ്യങ്ങളൊക്കെ 6th ജനറേഷനിലൊക്കെ അവർ പോകാൻ വേണ്ടി ഏകദേശമൊക്കെ അതിലൊക്കെ സക്സസ് അല്ലെങ്കിൽ വിജയകരമായിട്ട് അവർ ഒരുപക്ഷെ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിലോ ഡിസൈൻ സ്റ്റേജിലൊക്കെ തന്നെ ആയിരിക്കും. 5th ഒക്കെ അവർ 5ാം ജനറേഷനൊക്കെ അവർ ഓൾറെഡി നേടിക്കഴിഞ്ഞു. അപ്പോൾ ഇന്ത്യക്ക് ഇതുവരെ 5ാം ജനറേഷൻ നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കാനോ അതിനുള്ള തുടക്കം പോലും ആയിട്ടില്ല നമുക്ക്. അതുപോലെ തന്നെ മറ്റേതെങ്കിലും രാജ്യങ്ങളിൽ നിന്ന് തൽക്കാലം എങ്കിലും നമുക്ക് 1-2 സ്ക്വാഡ്രൺ നമുക്ക് ആഡ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഈ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അത് നമുക്ക് ഇന്റേണൽ വെപ്പൺസ് ബേ എന്താ അറിയില്ല, നമുക്ക് ഫോർ ലോ റഡാർ ക്രോസ് സെക്ഷൻ, സൂപ്പർ ക്രൂസ് കേപ്പബിലിറ്റി, അഡ്വാൻസ്ഡ് എനേബിൾഡ് സെൻസർ ഫ്യൂഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് കാണിക്കട്ടെ. അപ്പോൾ ഈ പറഞ്ഞ ഈ പ്രൈവറ്റ് ഡെവലപ്മെന്റ് പാർട്ട്നേഴ്സിനെ തിരഞ്ഞെടുക്കുമ്പോൾ നമുക്കത് വളരെ കൃത്യമായിട്ട് അല്ലെങ്കിൽ സമയബന്ധിതമായിട്ട് ഈ പ്രോജക്റ്റിന്റെ എക്സിക്യൂഷനൊക്കെ നടത്താൻ സാധിക്കും. അതുപോലെ തന്നെ ടെക്നോളജി ഇൻ്റഗ്രേഷനൊക്കെ തന്നെ ആക്സിലേറ്റ് ചെയ്യാൻ അതുമായിട്ട് നമുക്ക് HULനേക്കാളിൽ കൂടുതൽ അല്ലെങ്കിൽ അല്പം കൂടെ സ്പീഡി വേഗത്തിൽ നമുക്ക് കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഒഫീഷ്യൽസിന്റെ പ്രതീക്ഷകൾ. എന്നിട്ട് ഇങ്ങനെ HULനെ ഒഴിവാക്കി ഈ പറഞ്ഞ പ്രൈവറ്റ് കൺസോർഷ്യത്തെ നമ്മൾ തിരഞ്ഞെടുത്തതിൻ്റെ ഒരു കാരണം. അതായത് നമ്മളുടെ ഇൻഡിജിനസ് ഡിഫൻസ് പ്രോഗ്രാമിലൊക്കെ തന്നെ HULനെ ഏൽപ്പിച്ചിട്ടുള്ള തദ്ദേശീയമായിട്ട് നമ്മൾ വികസിപ്പിക്കാൻ വേണ്ടി നമ്മൾ ആരംഭിച്ച കാര്യങ്ങളെല്ലാം തന്നെ വലിയ തോതിലുള്ള ഡിലൈസ് നമ്മൾ നേരിട്ടുണ്ട്. അപ്പോൾ അതിനെയൊക്കെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്ന ഒരു കാരണം. അപ്പോൾ ഈ പറഞ്ഞ 3 പ്രൈവറ്റ് ഫേംസിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തതിൻ്റെ കീ ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെതിരെയുള്ളൊരു എന്താണ് പറയുന്നത് ആരോപണമല്ലേ. അപ്പോൾ അവരെ തിരഞ്ഞെടുത്തതിന് ഉള്ള ചില ഭാഗങ്ങളിൽ നിന്ന് ചില എതിർപ്പുകൾ വരുന്നുണ്ട്. അത് പറയുന്നത് അവർക്ക് ഇതിനകത്ത് നേരത്തെ മുൻപരിചയമൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. അപ്പം മുൻപരിചയം ഇല്ലെങ്കിൽ തന്നെ ഇത് മൊത്തം ഗവൺമെന്റ് അവരെ ഏൽപ്പിക്കുകയല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മുടെ മിനിസ്ട്രി ഓഫ് ഡിഫൻസിന്റെ നമുക്കറിയാം DRDO എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും, ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ. അപ്പോൾ അവരുടെ കീഴിലുള്ള എയറോനോട്ടിക്കൽ ഡെവലപ്മെന്റ് ഏജൻസിയാണ് ADA ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ
ഈ ഇതിൻ്റേത് മാത്രമല്ല, ഇന്ത്യയിലെ എല്ലാ പ്രധാനപ്പെട്ട ഡിഫൻസ് നമ്മുടെ പ്ലാറ്റ്ഫോംസ് അല്ലെങ്കിൽ വെപ്പൺ സിസ്റ്റംസ് എല്ലാം ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഈ AMCയുടെ ഡിസൈൻ വർക്കും അല്ലെങ്കിൽ AMCയുടെ പ്രോട്ടോടൈപ്പിന്റെ ഡിസൈൻ എല്ലാം തന്നെ എയറോനോട്ടിക്കൽ ഡെവലപ്മെന്റ് ഏജൻസിയാണ് ചെയ്യുന്നത്. അത് നമ്മുടെ ഈ DRDO, നമ്മുടെ പ്രതിരോധ വകുപ്പിന്റെ കീഴിലുള്ള DRDOയുടെ ഉള്ളിലുള്ള ഒരു ഏജൻസിയാണ് എയറോനോട്ടിക്കൽ ഡെവലപ്മെന്റ് ഏജൻസി. അപ്പോൾ അത് ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗവൺമെന്റിന്റെ ഒരു ഏജൻസിയാണ്. അപ്പോൾ അവരാണ് ഇതിനകത്ത് ഈ പറഞ്ഞ ഇതിന്റെ ഈ ഡിസൈനിങ്ങും ഡെവലപ്മെന്റും അഡ്വാൻസ് മിലിറ്ററി എയർക്രാഫ്റ്റ്സിന്റെ ഡിസൈനും ഡെവലപ്മെന്റും എല്ലാം തന്നെ അതിന്റെ ഉത്തരവാദിത്വം അവർക്കാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് മറ്റ് പ്രൈവറ്റ് മേഖലയിൽ നിന്നുള്ള ഈ കമ്പനികളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് കൂടുതൽ ആശങ്കപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം LCA തേജസിന്റെയും ഈ പറഞ്ഞ ഡിസൈൻ എല്ലാം തന്നെ ഈ പറഞ്ഞ എയറോനോട്ടിക്കൽ ഡെവലപ്മെന്റ് ഏജൻസി ആയിരുന്നു, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് അല്ലായിരുന്നു എന്നാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനിയും ഈ പറഞ്ഞ ടാറ്റയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, നമ്മൾ ടാറ്റ അഡ്വാൻസ് സിസ്റ്റം ലിമിറ്റഡ് ആണല്ലോ ഒരു കൺസോർഷ്യത്തിൽ നടത്തിയിട്ടുള്ളത്. അപ്പോൾ അവർ ശരിക്കും പറഞ്ഞാൽ എയർബസ് C295 എന്ന് പറയുന്ന ടാക്ടിക്കൽ നമ്മുടെ മിലിറ്ററി ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ മിലിറ്ററിയിൽ ഉപയോഗിക്കുന്ന ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് ഉണ്ട്. അപ്പോൾ അതിന്റെ നിർമ്മാണമായിട്ട് അവർ ബന്ധപ്പെട്ടിട്ടുണ്ട്. 56 എയർക്രാഫ്റ്റ് നമ്മൾ എയർഫോഴ്സിന് വേണ്ടി നിർമ്മിക്കുന്നതിൽ 16 ഓൾറെഡി സ്പെയിനിൽ നിന്ന് എയർബേസ് ആണ്. അപ്പം എയർബേസ് യൂറോപ്പിലെ കുറേ രാജ്യങ്ങൾ നമ്മളുടെ കൺസോർഷ്യമാണ്. അപ്പോൾ അതിലൊരു രാജ്യമായിരിക്കാം സ്പെയിൻ. അപ്പോൾ ആ സ്പെയിനിൽ നമ്മൾ 16 മേടിച്ചിട്ടുണ്ട്. ബാക്കി 40 ഇന്ത്യയിലാണ് ടാറ്റയാണ് നിർമ്മിക്കുന്നത്. അതിൻ്റെ അതായത് വഡോദര, ഗുജറാത്തിലെ വഡോദര എന്ന് പറയുന്ന ഫൈനൽ അസംബ്ലി ലൈൻ FAL ഉണ്ട്. അപ്പോൾ അവിടെ ടാറ്റയാണ് നിർമ്മിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ടാറ്റയ്ക്ക് ഈ ഒരു മേഖലയിൽ ഈ പരിചയം അല്ലെങ്കിൽ അനുഭവം എക്സ്പീരിയൻസ് ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ടാറ്റയെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു എന്താണ് പറയുന്നത് ലൈൻ ഓഫ് എക്സ്പീരിയൻസ് ഉണ്ട്. മറ്റ് കമ്പനികളെ സംബന്ധിച്ച് ഹിന്ദുസ്ഥാൻ ലാസന ട്യൂബ്രോയ്ക്കും മറ്റ് ഭാരത് ഫോർജിനൊന്നും ഇല്ല എന്നുള്ളത് വസ്തുത തന്നെയാണ്. അതുപോലെ ഈ മിലിറ്ററി ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് നിർമ്മിച്ചുള്ള കുറച്ച് പരിചയം ടാറ്റ അഡ്വാൻസ് സിസ്റ്റം ലിമിറ്റഡിനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ടാറ്റയ്ക്ക് കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ഒരു എക്സ്പീരിയൻസിനെ ലിവറേജ് ചെയ്യാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ HALനെ ഇതിനകത്ത് നിന്ന് എക്സ്ക്ലൂഡ് ചെയ്തതിൻ്റെ ഒരു ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ 8 വർഷമായിട്ട് HALന് മാത്രമാണ് ഈ ഒരു രംഗത്ത്, പ്രത്യേകിച്ച് നമ്മുടെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഡിഫൻസ് പ്ലാറ്റ്ഫോംസ് എല്ലാം നിർമ്മിക്കുന്നതിനുള്ള ഒരു മോണോപ്പൊളി ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ള മോണോപ്പൊളി ഇനിയും നമ്മൾ നിർത്തിക്കൊണ്ട് പോകുന്നത്. നമുക്കറിയാം, മോണോപ്പൊളി ഉണ്ടെങ്കിൽ അവിടെ കോമ്പറ്റീഷൻ ഇല്ല. കോമ്പറ്റീഷൻ ഇല്ലെങ്കിൽ കോമ്പറ്റീറ്റീവ്നെസ്സും ക്വാളിറ്റി ഒക്കെ തന്നെ അത് ബാധിക്കുകയും കോംപ്രമൈസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും പുതിയ സ്വകാര്യ മേഖലയിൽ നിന്നുള്ള ഇതുപോലുള്ള എഫിഷ്യൻ്റ് ആയിട്ടുള്ള കമ്പനികളെ ഈ രംഗത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളത് നമ്മുടെ രാജ്യത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതിപ്പം ടാറ്റ ആയാലും ശരി, L&T ആയാലും ശരി, മറ്റേ റിലയൻസ് ആയാലും അദാനിയുടെ ഏതെങ്കിലും കമ്പനികളായാലും ശരി, ഇന്ത്യയിലെ പ്രൈവറ്റ് സെക്ടറിന്റെ ഇക്കോസിസ്റ്റം ഉണ്ടാക്കിയെടുക്കുക അല്ലെങ്കിൽ അതിനെ സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. കാരണം മറ്റു രാജ്യങ്ങളെല്ലാം അങ്ങനെ തന്നെയാണല്ലോ. തീർച്ചയായിട്ടും ഉദാഹരണത്തിലൂടെ പറയുന്നത്, അമേരിക്കയിലെ പല കമ്പനികളും തന്നെ ഈ എയറോസ്പേസ് പ്രോജക്റ്റുമായിട്ടുണ്ട്. അതായത് ലോക്ഹീഡ് മാർട്ടിൻ ഉണ്ട്, ബോയിങ് ഉണ്ട്, നോർത്രോപ്പ് ഗ്രൂമാൻ ഉണ്ട്. അതുപോലെ റഷ്യയിൽ സുഖോയ്, മിക്കോയാൻ, ഇലുഷിൻ, തുപ്ലോ എന്ന് പറയുന്ന കമ്പനികളുണ്ട്. ഇതെല്ലാം തന്നെ റഷ്യയില് യുണൈറ്റഡ് എയർക്രാഫ്റ്റ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ സ്റ്റേറ്റിന്റെ, അതായത് അവിടുത്തെ പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള ഈ യുണൈറ്റഡ് എയർക്രാഫ്റ്റ് കോർപ്പറേഷന്റെ സബ്സിഡറീസ് ആയിട്ടാണ് ഈ പറഞ്ഞ സുഖോയ് ആയാലും മിഖോയാൻ ആയാലും ഇലുഷിൻ, തുപ്ലോ ഒക്കെ തന്നെ ഉള്ളത്. എന്നാലും പേരിനെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള ഒന്നിൽ കൂടുതൽ എന്താണ് പറയുന്നത് ഈ ഏജൻസീസ് ഉണ്ട്, അല്ലെങ്കിൽ മാനുഫാക്ചറിങ് സെന്റേഴ്സ്, കമ്പനീസ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ ചൈനയിലും അവരുടെ ഷെങ്ഡു എന്നായിരിക്കും ഇത്, ഷെങ്ഡു എയർക്രാഫ്റ്റ് ഇൻഡസ്ട്രി ഗ്രൂപ്പ്, അതുപോലെ തന്നെ ഷെൻജിയാങ് എയർക്രാഫ്റ്റ് കോർപ്പറേഷൻ ഉണ്ട്. അപ്പോൾ അവിടെയും ഒരു കമ്പനി മാത്രമല്ല, ഒരു കമ്പനിക്ക് മോണോപ്പൊളി ആയിട്ടല്ല അവിടെയും ചൈനയിലും കാര്യങ്ങൾ നിലനിൽക്കുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ഈ പറഞ്ഞ HALന് മാത്രമാണ് ഇങ്ങനെ ഒരു പ്രിവിലേജ് ഉള്ളതെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ നമുക്കറിയാം ഇപ്പൊ തന്നെ ഒത്തിരി കാര്യങ്ങൾ HAL എൻഗേജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അതിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഈ ഒരു കാര്യം കൂടെ അവരെ ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒത്തിരി ഇതിനകത്തിൽ ടൈം ഡിലേയും അല്ലെങ്കിൽ സമയദൈർഘ്യമൊക്കെ എടുക്കും എന്നുള്ളൊരു ആശങ്ക കൊണ്ടായിരിക്കും ഒരു പക്ഷേ ഗവൺമെന്റ് HALനെ ഇതിനകത്തിൽ നിന്നും ഈ പറഞ്ഞ ഷോർട്ട് ലിസ്റ്റ് ചെയ്യായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ 8 വർഷമായിട്ട് HAL ആണല്ലോ നമ്മൾ. 8 വർഷം മീൻസ് ഏകദേശം നമുക്ക് HAL എന്നാണോ ഇവിടെ ഫോം ചെയ്തത്, അതിനുശേഷം അന്ന് മുതൽ ഇന്ന് വരെ എല്ലാ ഈ പറഞ്ഞ ഇന്ത്യയുടെ ക്രിട്ടിക്കൽ മേജർ വെപ്പൺ പ്ലാറ്റ്ഫോം എല്ലാം തന്നെ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന HAL ആണ്. ഇപ്പോഴും നമ്മളുടെ ലൈറ്റ് കോമ്പാറ്റ് എയർക്രാഫ്റ്റ് ഒന്നും എയർഫോഴ്സിന് ആവശ്യമായിട്ടുള്ള
ഏം, എണ്ണത്തിലും രീതിയിലൊന്നും അവർക്ക് ഓർഡർ ഡെലിവർ ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. അതുകൂടെ മനസ്സിലാക്കി വേണം നമ്മൾ ഇതിനെ ഈ കാണുവാൻ വേണ്ടി. അപ്പോൾ തീർച്ചയായിട്ടും എന്തായാലും നമ്മുടെ ഇന്നതിലെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ആരെ തിരഞ്ഞെടുത്തു എന്നുള്ളതല്ല, അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാറ്റ് എയർക്രാഫ്റ്റ്, അതായത് നമ്മുടെ 5th ജനറേഷൻ സ്റ്റെൽത്ത് ഫൈറ്ററിന്റെ നിർമ്മാണവുമായിട്ട് മുന്നോട്ട് പോകുവാനുള്ള തീരുമാനം ഗവൺമെന്റ് ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇനിഷ്യലി 15,000 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ്, ഇതിന്റെ പ്രോട്ടോടൈപ്പ് നിർമ്മിക്കാൻ വേണ്ടി, ഡിസൈനും ഡെവലപ്മെന്റും ടെസ്റ്റിങ്ങും ഒക്കെ തന്നെ 5 പ്രോട്ടോടൈപ്പ് നിർമ്മിക്കാൻ വേണ്ടി ആണ് ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നത്. അതൊരു ഇനിഷ്യൽ സ്റ്റേജ് മാത്രമാണ്. അത് കഴിഞ്ഞ് അതിൻ്റെ അടുത്ത് പ്രോട്ടോടൈപ്പ് ഒക്കെ നിർമ്മിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ അടുത്ത ഫേസിൽ ചിലപ്പോൾ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിനെ ഇതിനകത്തിൽ അതിൻ്റെ മാനുഫാക്ചറിങ്ങിന് വേണ്ടി ചിലപ്പോൾ ഉൾപ്പെടുത്താൻ സാധ്യതയുണ്ടെന്ന് വേണം നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം ഇത്രയാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടെ ഷെയർ ചെയ്യാനുള്ളത്. മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ എല്ലാവർക്കും നന്ദി, നമസ്കാരം.